നമ്മളൊക്കെ സമസ്തയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുമ്പോൾ SKSSFന്റെ പ്രവർത്തകന്മാർക്ക് ഈ ഘട്ടത്തിൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു നാമമാണ് ജാരിയ. സംഘടന അനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക്, കേരളത്തിൻ്റെ പുറത്തുള്ള ദീനീ മുന്നേറ്റങ്ങൾക്ക് കാലങ്ങളായിട്ട് നേതൃത്വം നൽകുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ SKSSF PLC സെന്ററുകൾ സ്ഥാപിച്ച് അവിടെയുള്ള വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് നേതൃത്വം നൽകാറുണ്ട്. സ്വാഭാവികമായും കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. SKSSF സഹചാരി സംവിധാനം ഉണ്ടാക്കി. ആ സഹചാരിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ രോഗികൾക്ക് നൽകാൻ മാത്രമല്ല, ഓരോ മെഡിക്കൽ കോളേജുകളുടെയും ഒക്കെ സമീപത്ത് തിരുവനന്തപുരത്ത് RCCയുടെ അടുക്കൽ വലിയ ഒരു സഹചാരി സെന്റർ വരികയാണ്. അപ്പോൾ സംഘടന ഈ ഒരു കാലയളവിൽ ജാരിയ എന്ന പേരിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണത് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തത് സംസ്ഥാന തലത്തിൽ മുഴുവനായി എല്ലാ പ്രവർത്തകന്മാരിൽ നിന്നും, അഭ്യുദയകാംക്ഷികളിൽ നിന്നും, സമസ്തയുടെ പ്രവർത്തകന്മാരിൽ നിന്നും അതിനാവശ്യമായ സ്വതക്ക ശേഖരിക്കുമ്പോൾ അതിന് നൽകിയ പേര് ജാരിയ എന്നാണ്. കാരണം നൽകുന്ന ആ സ്വതക്കയുടെ പ്രതിഫലം എക്കാലവും നൽകുന്നവർക്ക് നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് ആ ഒരു സംവിധാനം ആവിഷ്കരിച്ചിട്ടുള്ളത്.